സ്നേഹമുള്ളവരെ, മംഗളവാർത്താകാലത്തിലെ ഈ രണ്ടാമത്തെ ഞായറാഴ്ച ഈശോ നൽകുന്ന വലിയ നല്ല വാർത്ത നമുക്ക് ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാനും നമ്മൾ തന്നെയും നമ്മുടെ ജീവിത മേഖലകളിലൊക്കെ ദൈവത്തിൻ്റെ നല്ല വാർത്തകളായി മാറാനും വേണ്ട കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിശുദ്ധ കുർബാനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ക്ഷമിക്കാൻ മനസ്സിൽ ആഗ്രഹം വരുന്ന അല്ലെങ്കിൽ ഓർമ്മ വരുന്ന എല്ലാവരോടും ബോധപൂർവം ക്ഷമ ചോദിക്കുകയും കർത്താവിൻ്റെ ബലി യോഗ്യതയോടെ അർപ്പിക്കാനിടവരുന്ന രീതിയിൽ ജീവിതത്തിൽ നിന്ന് ദൈവത്തിന് സ്വീകാര്യമല്ലാത്തവ മാറ്റിക്കളയാൻ വേണ്ട കൃപ പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്ക് വിശുദ്ധ കുർബാന ആരംഭിക്കാം. ഏറ്റവും ഭക്തിയോടെ തീക്ഷ്ണതയോടെ വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലിയർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പുത്രനായ മിശിഹാ തന്റെ മനുഷ്യാവതാരം വഴി രക്ഷാകര വാഗ്ദാനം പൂർത്തിയാക്കിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. മിശിഹായിലൂടെ അങ്ങുമായി ഞങ്ങളെ രമ്യതപ്പെടുത്തി ദൈവപുത്രസ്ഥാനത്തിന് അർഹരാക്കിയ അങ്ങയുടെ അനന്ത കാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഈ പരിശുദ്ധ കുർബാന യോഗ്യതാപൂർവം അർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതുവഴി രക്ഷയുടെ ഫലങ്ങൾ ഞങ്ങളിൽ സ്ഥിരീകരിക്കുന്നതിനും ഇടയാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. തലമുറയോടെന്നും
സത്യത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സ്രഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ എപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാലനാം സർവേശ, പരിപാലനാം ബലവാനേ, പരിപാലനാം പാപത്യനേ, വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും മമത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരി, നിങ്ങൾ സ്തുതിയോടെ കേൾക്കുകയും യേശയ്യാപ്രവാചകന്റെ വായന 43-ാം അധ്യായം 22 മുതൽ 44-5 വരെയുടെ വാക്യങ്ങൾ. ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നിട്ടും യാക്കോബേ, നീ എന്നെ വിളിച്ചപേക്ഷിച്ചില്ല. ഇസ്രായേലേ, നീ എന്റെ നേരെ മടുപ്പ് കാണിച്ചു. നിങ്ങൾ ആടുകളെ ദഹനബലിക്കായി എന്റെ സന്നിധിയിൽ കൊണ്ടുവരികയോ ബലികളാൽ എന്നെ ബഹുമാനിക്കുകയോ ചെയ്തില്ല. കാഴ്ചകൾക്ക് വേണ്ടി ഞാൻ നിങ്ങളെ ഭാരപ്പെടുത്തുകയോ ധൂപാർച്ചനയ്ക്ക് വേണ്ടി ബന്ധപ്പെടുത്തുകയോ ചെയ്തില്ല. നീ പണം മുടക്കി എനിക്കായി കരിമ്പ് വാങ്ങിയില്ല. ബലിമൃഗങ്ങളുടെ മേധസ് കൊണ്ട് എന്നെ തൃപ്തനാക്കിയില്ല. മറിച്ച് പാപങ്ങളാൽ നിങ്ങൾ എന്നെ ഭാരപ്പെടുത്തുകയും അകൃത്യങ്ങളാൽ എന്നെ മടിപ്പിക്കുകയും ചെയ്തു. എന്നെ പ്രതി നിന്റെ തെറ്റുകൾ തുടച്ചു മാറ്റുന്ന ദൈവം ഞാൻ തന്നെ. നിന്റെ പാവങ്ങൾ ഞാൻ ഓർക്കുകയില്ല. നീ എന്നെ ഓർമ്മിപ്പിക്കുക, നമുക്ക് ന്യായം പരിശോധിക്കാം. നിന്നെ നീതീകരിക്കുന്ന നിന്റെ ന്യായങ്ങൾ ഉന്നയിക്കുക. നിന്റെ ആദ്യ പിതാവ് പാപം ചെയ്തു, നിന്റെ വക്താക്കൾ എനിക്കെതിരെ പ്രവർത്തിച്ചു. നിന്റെ പ്രഭുക്കന്മാർ എന്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കി. അതുകൊണ്ട് യാക്കോബിനെ പരിപൂർണ നാശത്തിനും ഇസ്രായേലിനെ നിന്ദയ്ക്കും ഞാൻ വിട്ടുകൊടുത്തു. എന്റെ ദാസനായ യാക്കോബെ, ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലെ കേൾക്കുക. നിന്നെ സൃഷ്ടിക്കുകയും ഗർഭപാത്രത്തിൽ നിന്ന് രൂപം നൽകുകയും നിന്നെ സഹായിക്കുകയും ചെയ്യുന്ന കർത്താവ് അരുളി ചെയ്യുന്നു. എന്റെ ദാസനായ യാക്കോബെ, ഞാൻ തിരഞ്ഞെടുത്ത യെശൂനെ നീ ഭയപ്പെടേണ്ട. വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. നിന്റെ സന്തതികളുമേൽ എന്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എന്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. ജലത്തിൽ സസ്യങ്ങളും നദീതീരത്ത് അലരികളും പോലെ അവർ തഴച്ചു വളരും. ഞാൻ കർത്താവിൻ്റെതാണെന്ന് ഒരുവൻ പറയും, മറ്റൊരുവൻ യാക്കോബിന്റെ നാമം സ്വീകരിക്കും. മൂന്നാമതൊരുവൻ സ്വന്തം കയ്യിൽ കർത്താവിനുള്ളവൻ എന്ന് മുദ്രണം ചെയ്യുകയും ഇസ്രായേൽ എന്ന് പ്രതിനാമം സ്വീകരിക്കുകയും ചെയ്യും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും
നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരരെ, നിങ്ങൾ ഇത് ശ്രദ്ധയോടെ ശ്രമിക്കുന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹാ കൊളോസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 2 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ മിശിഹ അനുഗ്രഹിക്കട്ടെ. കൃതജ്ഞതാഭരിതരായി ഉണർന്നിരുന്ന നിരന്തരം പ്രാർത്ഥിക്കുവിൻ. ദൈവം വചനത്തിന്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരാനും ഞങ്ങൾ ക്രിസ്തുവിന്റെ രഹസ്യം പ്രഖ്യാപിക്കാനുമായി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതിനായിട്ടാണല്ലോ ഞാൻ ബന്ധനസ്ഥനായിരിക്കുന്നത്. പ്രസംഗിക്കാൻ എനിക്കുള്ള ഉത്തരവാദിത്വം അനുസരിച്ച് ആ രഹസ്യം ഞാൻ പ്രസക്തമാക്കാൻ ഇടയാക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. പുറമേയുള്ളവരോട് നിങ്ങൾ വിവേകപൂർവ്വം വർദ്ധിക്കുവിൻ. സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാസ്മരണവും ഹൃദ്യവുമായിരിക്കട്ടെ. ഓരോരുത്തരോടും എങ്ങനെ മറുപടി പറയണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 1 26 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥം എന്നവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. ദാവീദ് യാക്കോബിന്റെ ഭവനത്തിൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നല്ല വാർത്തകളുടെ ഈ 2ാമത്തെ ഞായറാഴ്ച ലോകം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ല വാർത്തയാണ്. ദൈവവചനം ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 31-ാമത്തെ വാക്യം. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനാണ്, അത്യുന്നതനാണ്, അത്യുന്നതന്റെ പുത്രനാണ്. ദാവീദിന്റെ സിംഹാസനത്തിൽ
അവസാനമില്ലാത്ത രാജ്യത്തിൽ നിത്യമായി അവൻ ഭരണം നടത്തും. തീർച്ചയായിട്ടും ഈ വലിയ വാർത്ത പ്രഖ്യാപിക്കുന്ന സമയത്ത് ഗബ്രിയേലിന്റെ കൂടെ ക്യാമറമാനായിട്ട് മിഖായേലോ റഫായേലോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ന്യൂസ് റീഡേഴ്സ് ഒക്കെ പറയുന്ന പോലെ ഗബ്രിയേലും പറഞ്ഞേനെ, ക്യാമറമാൻ മിഖായേലിനോടൊപ്പം നസ്രത്തിൽ നിന്ന് ഗബ്രിയേൽ. ഒരു വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആണ്. ലോകം മുഴുവനും നൂറ്റാണ്ടുകളായിട്ട് കാത്തിരുന്ന ഒരു വലിയ സംഭവം ഇതാ നടക്കാൻ പോകുന്നു എന്നുള്ള വലിയൊരു വാർത്ത. അത് ഈ മറിയത്തിന്റെ മുമ്പാകെയാണ് ദൈവം അവതരിപ്പിക്കാനായിട്ട് ഗബ്രിയേലിനെ തെരഞ്ഞെടുത്ത് അയക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ വാഗ്ദാനം മറിയത്തിൽ പൂവണിഞ്ഞ വാർത്ത എന്നേക്കും നിലകൊള്ളുന്ന ഒരു വാർത്തയാണ്, നിലനിൽക്കുന്ന ഒരു വാർത്തയാണ്. ഒരു കുറച്ചു കാലത്തേക്കല്ല, ലോകം മുഴുവനും, ഈ ഭൂമിയിൽ ജനിക്കാനിരിക്കുന്ന മനുഷ്യർക്ക് മുഴുവനും രക്ഷകനായി ഒരു ദൈവപുത്രൻ അവതരിക്കാനായിട്ട് പോകുന്നു. ആ വലിയ വാർത്ത ഇന്നും നിലനിൽക്കുകയും വലിയവനായി, ദൈവപുത്രനായി, അല്ലെങ്കിൽ ഈ ലോകം മുഴുവനും ഭരിക്കുന്ന കർത്താവായി യേശു ക്രിസ്തു നിലകൊള്ളുന്നതിന്റെ കാരണം ഈ വാർത്തയുടെ സ്രഷ്ടാവ് മനുഷ്യരല്ല, അത് ദൈവം തന്നെയാണ്, സർവശക്തനായ ദൈവം തന്നെയാണ് എന്നുള്ളതാണ്. മറിയത്തിനെ ഇതിനു വേണ്ടി തെരഞ്ഞെടുക്കുന്നത് ദൈവമാണ്. മറിയം ദൈവത്തിനെ തെരഞ്ഞെടുത്തതല്ല. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അത് ഇത് തന്നെയാണ് മറിയത്തിന്റെ കാര്യത്തിലും ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ്. എന്തുകൊണ്ട് മറിയത്തെ അതിനു വേണ്ടി തെരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ, ഗബ്രിയേൽ മാലാഖ അതിന് കാരണമായിട്ട് ഒരുപക്ഷെ പറയുന്ന 5 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സുവിശേഷ ഭാഗത്ത് കണ്ടത്. ഒന്ന്, ദൈവകൃപ കൊണ്ട് നിറഞ്ഞവളാണ് മറിയം. രണ്ടാമതായി, കർത്താവ് കൂടെ വസിക്കുന്നവളാണ് മറിയം. ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയവളാണ് പരിശുദ്ധ കന്യക മറിയം. അത്യുന്നതന്റെ ശക്തി, പരിശുദ്ധാത്മാവ് ആവസിച്ചവളാണ് മറിയം. കൂടാതെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന് ഗബ്രിയേൽ പറയുമ്പോ പൂർണ്ണ മനസ്സോടെ ആ വചനം വിശ്വസിച്ച് അവൾ, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് ഏറ്റുപറയുന്നവളാണ്. ഇതുകൊണ്ടാണ് ദൈവികമായ കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ ദൈവിക പദ്ധതിയുടെ ഭാഗമാകുന്നതിന് ദൈവം നമ്മയൊക്കെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കാരണവും കൃത്യമായിട്ട് ദൈവിക ദൂതൻ നമ്മളോട് ഇന്നും പറയുന്നത് തന്നെയാണ്. ദൈവിക സാന്നിധ്യത്തിൽ ദൈവകൃപ കൊണ്ട് നിറഞ്ഞ് ജീവിക്കുക. ദൈവത്തിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മിൽ വസിക്കുന്നതിന്, ദൈവം നമ്മുടെ കൂടെ നടക്കുന്നതിന് ഇടയാകുന്ന രീതിയിലുള്ള ഒരു ജീവിതം, അത്യുന്നതനായ ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ലെന്നുള്ള ഉറച്ച ബോധ്യത്തോടെ ഇതാ കർത്താവിന്റെ ദാസി, ഇതാ കർത്താവിന്റെ ദാസൻ എന്ന് പറയാനായിട്ടുള്ള സന്നദ്ധത ജീവിതത്തിൽ ഉണ്ടാവുക, അതുപോലെയുള്ള ഒരു സമ്പൂർണമായ സമർപ്പണം, ഇതാണ് ദൈവിക പദ്ധതികൾ ഇന്നും നമ്മിൽ പൂർത്തിയാകാനായിട്ടുള്ള അടിസ്ഥാന ആവശ്യമായിട്ട് ദൈവം നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. മറിയം ദൈവദൂതനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇത് എങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ സംഭവിക്കും? ഒരുപക്ഷെ ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ചോദ്യമാണ്. നമുക്ക് എടുത്താൽ പൊങ്ങാത്ത വലിയ പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴൊക്കെയും നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഇതെങ്ങനെ സംഭവിക്കും? ഒരു സാധാരണ കുടുംബത്തിലെ കാരണവര് മകൾക്ക് ഒരു വിവാഹാലോചന വരുമ്പോൾ ചിന്തിക്കുന്നുണ്ടാകും, 5 പൈസ കയ്യിലില്ല, എങ്ങനെ ഈ കല്യാണം നടത്തും? മക്കളുടെ പഠനം നല്ലൊരു ഗ്രേഡ് കഴിയുമ്പോ, നല്ല മാർക്കോട് കൂടെ കുഞ്ഞ് വിജയിച്ചു വരുമ്പോ മാതാപിതാക്കൾ ചിന്തിക്കും, ഇതിനെ ഇനി എങ്ങനെ പഠിപ്പിക്കും, തുടർന്നുള്ള പഠനം എങ്ങനെ മുന്നോട്ട് പോകും? കാർഷിക വിളകൾക്ക് വലിയ നാശം വരുമ്പോ, അല്ലെങ്കിൽ ഉള്ള വിളകൾക്ക് തന്നെ വിലയില്ലാതെ വരുമ്പോ, വെള്ളപ്പൊക്കം, പ്രളയം, ചുഴലിക്കാറ്റൊക്കെ വന്ന് തങ്ങളുടെ വരുമാന മാർഗങ്ങൾ ഇല്ലാതെ പോകുമ്പോ കർഷകര് വിചാരിക്കും, ഇനി എങ്ങനെ മുന്നോട്ട് ജീവിക്കും? കുടുംബനാഥന്റെ ആകസ്മികമായ മരണം, അല്ലെങ്കിൽ
അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു രോഗത്തിന്റെ കണ്ടെത്തലൊക്കെ ഉണ്ടാകുമ്പോൾ കുടുംബനാഥൻ അല്ലെങ്കിൽ ജീവിത പങ്കാളിയും മക്കളും ഒക്കെ ചിന്തിക്കും, ഇനി എങ്ങനെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകും, ഈ ദുഃഖം ഞാൻ എങ്ങനെ സ്വീകരിക്കും. അതുപോലെ തന്നെ ഈ മഹാമാരി കാലത്ത് തങ്ങളുടെ ജോലിയോ ബിസിനസ്സോ ഒക്കെ നഷ്ടപ്പെട്ട മനുഷ്യർ ഒരുപാട് നെഞ്ചുരുകി ദൈവത്തെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, എന്റെ ദൈവമേ, ഇനി ഞാൻ എങ്ങനെ എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. ഇതേ ചോദ്യം തന്നെയാണ് മറിയം ദൈവത്തിന് മുമ്പാകെ ഉയർത്തുന്നത്. ഇതെങ്ങനെ സംഭവിക്കും? ഒരുപക്ഷെ മറിയം ഒരുപാട് കേട്ടിട്ടുണ്ട്, പ്രായം കവിഞ്ഞവരും വന്ധ്യകളുമായവർ പോലും പ്രസവിക്കുന്നത്. എന്നാൽ പുരുഷസ്പർശമേൽക്കാത്ത ഒരു കന്യക ഗർഭം ധരിച്ച് പ്രസവിക്കുമെന്നുള്ള ഒരു വാർത്ത, അത് അവൾക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കാത്തതാണ്, ഒരു അസാധ്യമായ കാര്യമാണ്. അങ്ങനെ ഒരു അസാധ്യത എങ്ങനെ സംഭവിക്കുമെന്നുള്ള ചോദ്യം ദൈവത്തിന്റെ മുമ്പാകെ ചോദിക്കുമ്പോൾ ഇന്ന് നമ്മളും ഇതെങ്ങനെ നടക്കും, ഇതെങ്ങനെ സംഭവിക്കും, എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും എന്നൊക്കെ നമ്മളും ആകുലപ്പെടുമ്പോ നമുക്കും ദൈവം നൽകുന്ന ഉത്തരം ഒന്ന് തന്നെയാണ്, ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ലൂക്ക 1:37 നമ്മൾ അടിവരയിട്ട് മനസ്സിൽ എന്നും സൂക്ഷിക്കേണ്ടതും ഹൃദിസ്ഥമാക്കേണ്ടതുമായ വചനമാണ്, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. നമ്മുടെ ദൈവം സാധ്യതകളുടെ ഒരു ദൈവമാണ്, അസാധ്യതകളുടെ അല്ല, സാധ്യതകളുടെ ദൈവമാണ് നമ്മുടെ ദൈവം. സംഖ്യയുടെ പുസ്തകം 22-ാം അധ്യായം 20 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, ഒരു കഴുത ദൈവിക ദൂതനെ കാണുന്നതും ആ കഴുത യജമാനനോട് സംസാരിക്കുവാനുള്ള ശക്തി നേടുന്നതുമൊക്കെ. അതുപോലെ തന്നെ യെശയ്യായുടെ പ്രവചനത്തിൽ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ബൈബിൾ ഭാഗം, അതിന്റെ 43-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളിൽ എത്രമാത്രം നന്ദി കെട്ട ജനമാണിത്, എത്രമാത്രം നാശത്തിനതിനെ ഞാൻ വിട്ടുകൊടുക്കുമെന്നൊക്കെ ദൈവം പറഞ്ഞിട്ട് പിന്നെയും തുടർന്ന് പറയുകയാണ്, വരണ്ട ഭൂമിയിൽ ജലവും. 44-ാം അധ്യായം 3-ാമത്തെ വാക്യം, വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും, നിന്റെ സന്തതികളുടെ മേൽ എന്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എന്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. ഒരുപക്ഷെ ആ ദൈവത്തിന്റെ അന്നത്തെ ജനം മനസ്സിലാക്കിയ രീതി അനുസരിച്ച് ഒരു കരുണയ്ക്കും അർഹതയില്ലാത്തൊരു ജനത്തിനെ കുറിച്ചാണ് പറയുന്നത്, നിന്റെ സന്തതികളുടെ മേൽ എന്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എന്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കുമെന്ന്. ഇതുപോലെ തന്നെ ഏതൊരു അസാധ്യത എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളിലും ദൈവത്തിനെ കൂട്ടുപിടിക്കുന്നവർക്ക്, ദൈവത്തെ കൂട്ടുപിടിക്കുന്ന മനുഷ്യര് അസാധ്യമെന്ന് കരുതിയ ഒരുപാട് കാര്യങ്ങൾ സാധ്യമാക്കി തീർത്ത സംഭവങ്ങൾ നമ്മൾ ദൈവവചനത്തിൽ കാണുന്നുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപാട് സംഭവങ്ങൾ. ഇസ്രായേൽ ജനം മോശയുടെ നേതൃത്വത്തിൽ വലിയ ചെങ്കടൽ എന്നുള്ള ആ അസാധ്യതയെ മറികടന്ന് ആ കടലിന്റെ നടുവിലൂടെ നടന്നു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ദാവീദ് എന്ന് പറയുന്ന ബാലനായ പയ്യൻ, അവൻ കൂറ്റനായ ഗോലിയാത്തിനെ ഒരു ചെറുകല്ലുകൊണ്ട് നശിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരു രാജാവിന്റെ പാനപാത്രവാഹകൻ മാത്രമായിരുന്ന നെഹമിയ ഇസ്രായേലിന്റെ വലിയ മനോഹരമായ നശിച്ചുപോയ മതിലുകളും കെട്ടിടങ്ങളും കവാടങ്ങളും ഒക്കെ പുനർക്രമീകരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. വെറും 300 യോദ്ധാക്കളെ കൊണ്ട് ഗിദെയോൻ മിദിയാൻകാരെ പരാജയപ്പെടുത്തുന്നതും അവരുടെ മഹാസൈന്യത്തെ തോൽപ്പിച്ചോടിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. യൂദിത്ത് എന്ന് പറയുന്ന ഒരു സാധാരണ സ്ത്രീ ഹോളോഫെർണസിന്റെ തല വെട്ടിയെടുത്ത് ആ ജനത്തിന്, ഇസ്രായേൽ ജനത്തിന് വിജയം നേടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതിന്റെയൊക്കെ കാരണം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവസിക്കും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ പ്രകടമാകും എന്നുള്ളത് ആ കർത്താവിന്റെ വചനങ്ങൾ തന്നെയാണ്. നമുക്കറിയാം, പുതിയ നിയമത്തിലും പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ പത്രോസും പൗലോസും ഒക്കെ വളരെ ശക്തമായിട്ട് പ്രസംഗിക്കുകയും പത്രോസിന്റെ ഒറ്റ പ്രസംഗം കൊണ്ട് 3000 പേര് മാനസാന്തരപ്പെടുന്നത് നമ്മൾ കാണുന്നു. പത്രോസും പൗലോസും ഒക്കെ തങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും മരിച്ചവരെ പോലും ഉയർപ്പിക്കുകയും ചെയ്യുന്നു. അവരുടെ നിഴൽ വീണ രോഗികൾ പോലും എഴുന്നേറ്റ് നടക്കുന്നത് ആ ദൈവജനത്തിന്റെ മുമ്പാകെ സാക്ഷ്യമാകുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ അനുദിന
ജീവിത സാഹചര്യങ്ങളിലും മറ്റുള്ളവർക്ക് ഇതുപോലുള്ള ദൈവിക സാക്ഷ്യമാകാനാണ് നമ്മെ ദൈവം വിളിക്കുന്നത്. അതിന് പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മിൽ പ്രകടമായി പ്രവർത്തിക്കുന്നതിന് ഇടയാകുന്ന രീതിയിൽ, കർത്താവ് നമ്മുടെ കൂടെ നടക്കുന്നതിന് ഇടയാകുന്ന രീതിയിൽ, കർത്താവിന്റെ കൃപ നമ്മിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ ദൈവികമായ കാര്യങ്ങളിൽ വിശ്വസിക്കുകയും അതിനോട് സമ്പൂർണമായ സമർപ്പണം മറിയ നടത്തിയതുപോലെ ഇതാ കർത്താവിന്റെ ദാസി, ഇതാ കർത്താവിന്റെ ദാസൻ എന്ന് പറഞ്ഞ് സ്വയം ദൈവിക പദ്ധതികളുടെ മുമ്പാകെ സമർപ്പിക്കാനും ദൈവം നമ്മെ വിളിക്കുന്നു. അതിനുവേണ്ട കൃപ വിശുദ്ധ കുർബാനയിലൂടെ നൽകപ്പെടുമ്പോൾ അത് സ്വീകരിക്കാൻ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. എല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ആദത്തിന്റെ പാപം വലം പതപിച്ച മനുഷ്യർക്ക് രക്ഷകനായി വാഗ്ദാനം ചെയ്യപ്പെട്ട വിശുദ്ധായി ഞങ്ങൾക്ക് പാപമോചനം നിശ്ചയം നൽകണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൂർവ്വപിതാക്കന്മാർ പ്രത്യാശയുടെ കാത്തിരുന്ന വിശുദ്ധായി കൃപാവരങ്ങൾ നൽകിയ സത്യം ധന്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യാവതാരം വഴി ഞങ്ങളുടെ നിത്യപുരോഹിതനായ വിശുദ്ധായി ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവന പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായെയും രൂപതാധീശനായ മാർ സെബാസ്റ്റ്യൻ മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൂർവ്വപിതാക്കന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും രക്ഷകനായ വിശുദ്ധായെ സ്വീകരിക്കുവാൻ ജനഹൃദയങ്ങളെ സജ്ജമാക്കിയ കർത്താവേ, ഈ മംഗളവാർത്ത കാലത്തിൽ അന്ന് തന്നെ ഞങ്ങളുടെ ഹൃദയത്തെ ഒരുക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരുവാൻ മനുഷ്യനായ വിശുദ്ധായെ നിത്യാഗമനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യാവതാരം വഴി മനുഷ്യവംശത്തെ മഹത്വമണിയിച്ച വിശുദ്ധായെ ഞങ്ങളുടെ കുടുംബങ്ങളുടെ സ്നേഹ ചൈതന്യത്താൽ ധന്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, തികഞ്ഞ പ്രത്യാശയോടുകൂടെ അങ്ങയുടെ തിരുക്കുമാരന്റെ പിറവി തിരുനാളിൽ ഒരുങ്ങുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങേക്ക് പ്രിയങ്കരമായവ ചെയ്യുവാനും ത്യാഗപൂർണമായ ജീവിതത്തിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ മിശിഹാക്കി വഴിയൊരുക്കുവാനും സഹായിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും നീതിമാനായ മാർ യോസേഫിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും അവിടം ചൂടെ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർ തോമസ് ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ചെറിയവരും വലിയവരും അങ്ങേ സ്തുത്യർഹമായ ഉത്ഥാനം വഴി അങ്ങ് മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. ും
സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ പുത്രനും സകല സൃഷ്ടികൾക്കും ആദിയാതനും യുഗങ്ങളെല്ലാം മുമ്പ് പിതാവിനും ജനിച്ചവനും എല്ലാ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടും ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സത്യത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസിന്റെ കാലത്ത് പീഡനം സഹിക്കുകയും സ്ത്രീയായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സദായവും സാത്വികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പാദ്യന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകളുടെയും ബ്രഹ്മചാരിയുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ധരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സ്നേഹിതനും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും ദീക്ഷാസ്ത്രത്തോട് മരിച്ച് ഈ ലോകം നിന്ന് വേർപെട്ട എല്ലാവരെയും മനസ്മരിക്കുകയും വിഷയുടെ കൃപയാലിൽ വേണ്ടി നമുക്ക് സഹായത്തിന് വിശ്വസിക്കും. സഹായത്തെ നിത്യജീവനം കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങേ രക്ഷിക്കന്റെ ശരീര രക്തങ്ങളാകുന്ന രഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ കരുണയാൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരൻ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവാൻ നമുക്കെല്ലാവർക്കും അന്താത്തോടും വിശുദ്ധോടും കൂടി കർത്താവ് നന്ദി പറയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ അതുപോലെ നിന്ന് അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിക്കുകയും വൈവർദ്ധജനമായ രഹസ്യങ്ങൾ ഉദാഹരണം ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ മാധ്യസ്ഥം വഴി സമാധാനം സമ്മതമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി ജാലങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി വിശുദ്ധരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോട് കൂടെ. കൃപയും ദൈവപിതാവിൻ സ്നേഹമതും സഹവാസഭൂമി നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ.
ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ കുർബാന ഏറ്റവും പ്രത്യാശയോടെ അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ പ്രവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് ആദരായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ബലവാനും കർത്താവും നീയേ പ്രഭു. സ്വർഗ്ഗസ്ഥനായ പിതാവേ, ബലവാനും കർത്താവും നീയേ പ്രഭു. സ്വർഗീയ ദൂതരൊന്നു ചേർന്ന് സ്തുതിമീട്ടി ഞങ്ങൾ പാടിടുന്നു. സ്വർഗീയ ദൂതരൊന്നു ചേർന്ന് സ്തുതിമീട്ടി ഞങ്ങൾ പാടിടുന്നു. കർത്താവേ, നീ പരിശുദ്ധൻ, ബലവാനേ, നീ പരിശുദ്ധൻ. കർത്താവേ, നീ പരിശുദ്ധൻ, ബലവാനേ, നീ പരിശുദ്ധൻ. കർത്താവായ ദൈവമേ, സ്വർഗ്ഗഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയോടുള്ള സമാധാനം നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മധ്യമാത്മാവോടും മധ്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനനായി പരിവർത്തിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങൾ എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങൾ എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇടയവനും ബലഹീനനും ആകുലമായ ദാസറങ്ങേതൊരു സന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങേ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അനുവദിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മുതലായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങേ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ ജോബി മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും
പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സന്യാസികൾ, മിഷണറിമാർ, അൽമായ പ്രേക്ഷിതർ എന്നിവർക്കു വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതികരമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. രക്ഷിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ബാബുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും ഇന്നേ ദിവസം ജന്മദിനമോ നാമകരുതിരുന്നാളോ ആഘോഷിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഈയിടെ സമൂഹത്തിലെ എല്ലാ കുടുംബങ്ങൾക്കു വേണ്ടിയും യുവതിയുവാക്കൾക്കു വേണ്ടിയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് വേണ്ടിയും വൃദ്ധരായ എല്ലാ മാതാപിതാക്കൾക്ക് വേണ്ടിയും ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ എല്ലാ ദമ്പതികൾക്കും ലഭിക്കുന്നതിന് വേണ്ടിയും യഥാകാലം ജീവിതാംശം തെരഞ്ഞെടുക്കുവാനും യോജിച്ച ജീവിത പങ്കാളികളെ കണ്ടെത്തുവാനുമുള്ള കൃപയുതി യുവാക്കൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയും എല്ലാവരുടെയും സാമ്പത്തികമായ ഉന്നമനത്തിനു വേണ്ടിയും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, അയൽപ്പക്കക്കാർ, സഹപ്രവർത്തകർ, ഉപകാരികൾ എന്നിവർക്കു വേണ്ടിയും കൊറോണ വൈറസിന്റെ വ്യാപനം മൂലവും പ്രകൃതിക്ഷോഭങ്ങൾ മൂലവും ദുരിതം അനുഭവിക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യർക്കു വേണ്ടിയും അതിന് സമ്പാദനത്തിന് വേണ്ടി പ്രയത്നിക്കുന്നവർക്കു വേണ്ടിയും ഇടവകയിലെ കേസൽ പ്രോജക്ടിന്റെ വിജയത്തിനു വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തു നിൽക്കുന്ന ഈ സമൂഹം മുഴുവന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നമ്മൾ വിശുദ്ധമായ ബലിപീഠത്തിന്മേൽ അങ്ങ് രക്ഷിതന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ സന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ വർണ്ണനയും സമൃദ്ധമായ കൃപയാ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ ദൈവത്വമായ ശംശികായ അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഈശോയുടെ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവശ്യത്തിനെ ആസ്വദിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങയെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വരാജ്യത്തിൽ നാമായത്തിനും കാരണമായിട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ രക്ഷിക്കുന്ന മൂല്യരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുന്ദരവും പരിശുദ്ധവും ജീവിതായും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഈശോ മിശിഹായേ,
അങ്ങയുടെ നാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവനായകമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിൽ മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ ശരീരത്തിന്റെ അമൂല്യമായ ശരീരത്തിന്റെ ദിവസങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തജനങ്ങളോടെ സമീപിക്കാം. അനുതാപത്തോടെ ശരണത്തോടെ അപരാധങ്ങൾ പിന്തിരിഞ്ഞുകൊണ്ടും പാവങ്ങളെ കുറിച്ച് പശ്ചാത്തലിച്ചുകൊണ്ടും സൗരക്ഷണം ക്ഷമിച്ചുകൊണ്ടും നമുക്ക് അവസാനത്തിനെയും നാദരാജത്തിന് ഹൃദയം പാപമോചനം യാചിക്കുകയും ചെയ്യാം. ബിന്ദുതാങ്ങൾ കലങ്ങളും വിളിച്ച് നമ്മൾ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയുടെ ഉദ്ദേശം നിന്നോട് അത് നമ്മളെ മുക്തമാക്കാം. വിശുദ്ധമായ സ്ഥിതിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. ഐക്യത്തോടും കൂടെ ദേവരേശങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ വെപ്പിനും ആത്മാപ്രവേശിക്കും കാരണമാവട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. അവർണ്ണ ദൈവമായ അങ്ങയെ സ്വർഗ്ഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അന്തരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മലവേദം പ്രസന്നവനും നിഷ്കളങ്കരമായി ആദരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരോഗ്യത്തിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവേ, ശംശിഹായുടെ പ്രഭാവനം അവിടുത്തെ കാരുണ്യത്താൽ നമ്മളെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരരെ,
സ്വർഗജോത്സവ വിശ്വാസത്തോടെ ദേവപുത്രനെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തപാനം തിരുസഭ നമ്മൾ ക്ഷണിക്കുന്നു. ശരീരവും രക്തവും പരിശുദ്ധാത്മാവിന്റെ കൃപയും പരിശുദ്ധവും ജീവിതവും ദൈവമായ യേശുവിനെ സമേച്ച് ഇവയിൽ പങ്കുള്ള അനുഗ്രഹിക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. മിശിഹായിൽ പ്രിയ വൈദികരെ, സന്യസ്തരെ, അൽമായ സഹോദരങ്ങളെ, ഒസൂർ രൂപത രൂപം കൊണ്ടിട്ട് 3 വർഷം പിന്നിട്ട ഈ അവസരത്തിൽ കഴിഞ്ഞ 3 വർഷങ്ങളിൽ രൂപതയുടെ വളർച്ചയ്ക്കായി നിങ്ങൾ നൽകിയ വലിയ സഹകരണത്തിന് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. 4ാം വർഷത്തിലേക്ക് കടന്നിട്ടുള്ള നമ്മുടെ രൂപതയുടെ മുന്നോട്ടുള്ള വളർച്ചയിൽ ശ്രദ്ധിക്കേണ്ട ഏതാനും കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നു. ഇടവകകളിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ ഉന്നമനത്തെ ലക്ഷ്യം വെച്ചായിരിക്കണം നാം പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കേണ്ടത്. 2. കൂദാശകളെ കുറിച്ച് ബോധവൽക്കരണം നൽകുവാനും കൗദാശിക ജീവിതത്തിലേക്ക് വിശ്വാസികളെ കൊണ്ടുവരുവാനും ഇടവകകളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. 3. ആരാധനാക്രമത്തിൽ സഭയുടെ നിർദ്ദേശം കൃത്യമായി പാലിക്കേണ്ടതാണ്. രൂപതാധ്യക്ഷതയിലെ നമ്മുടെ എല്ലാ പള്ളികളിലും സന്യാസ ഭവനങ്ങളിലും സ്ഥാപനങ്ങളിലും സിനഡൽ ഫോം അനുസരിച്ചാണ് ദിവ്യബലി അർപ്പിക്കേണ്ടത്. മറിച്ച് ദിവ്യബലി അർപ്പിക്കേണ്ട പ്രത്യേക സാഹചര്യം ഉണ്ടായാൽ രൂപതാ കച്ചേരിയിൽ നിന്നും മുൻകൂട്ടി അനുവാദം വാങ്ങിയിരിക്കണം. യുവജനങ്ങൾക്കും കുട്ടികൾക്കും ആകർഷകമായ രീതിയിൽ മതബോധനം ക്രമീകരിക്കേണ്ടതാണ്.
5 കുടുംബ കൂട്ടായ്മകളെ ശക്തിപ്പെടുത്താൻ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. ആ സെബാസ്റ്റ്യൻ പൊഴോലിപ്പറമ്പിൽ ഹൊസൂർ രൂപത മെത്രാൻ. കർത്താവായ ദൈവമേ, അങ്ങയുടെ കരുണയാൽ ഞങ്ങളെ പാപങ്ങളിൽ നിന്ന് മോചിച്ച് അങ്ങയെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും യോഗ്യരാക്കി. മിശിഹായുടെ ശരീരവും രക്തവും കൊണ്ട് അങ്ങ് ഞങ്ങളെ പരിപോഷിപ്പിക്കുകയും അങ്ങയുടെ രാജ്യത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഈ മഹാദാനത്തെ കുറിച്ച് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ലോകരക്ഷകനായ മിശിഹായെ, ഞങ്ങളെ ദൈവമക്കളാക്കുവാൻ വേണ്ടി മനുഷ്യനായി പിറക്കുകയും പാപാന്തകാരത്തിൽ നിന്ന് പ്രകാശത്തിന്റെ പാതയിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്തതിനെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയെ സ്വീകരിച്ച് ഞങ്ങൾ ലോകത്തിൽ പ്രകാശമായി തീരുവാനും ദൈവമക്കളായി ജീവിച്ച് നന്മയിലും നീതിയിലും സത്യത്തിലും വ്യാപരിക്കുവാനും കൃപ ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. മനുജകുലത്തിൻ രക്ഷയ്ക്കായി മണ്ണിലണഞ്ഞൊരു ദൈവസുത, പാവനമങ്ങേ തിരുനാമം, പൂജിതമങ്ങേ സാന്നിധ്യം. ലോകത്തിന്റെ പ്രകാശം നീ, മർത്യകുലത്തിൻ ശരണം നീ, സ്തുത്യർഹൻ നീ മിശിഹായേ, നിത്യവും അങ്ങയെ വാഴ്ത്തുന്നു. രക്ഷകനാഗതനാകുമ്പോൾ തന്നോട് കൃപകൾ നേടിടുവിൻ. ദൈവം വരനിര ചൊരിയട്ടെ, ഇപ്പോഴും